ഹായ് എവ്രി വൺ, അസ്സാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്നത്തേത് ഒരു റെസിപ്പിയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഇതാ പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. മക്കളൊക്കെ ഇനിയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. ഞാനും അസ്കറിക്ക് കഴിച്ചതാണ്. അപ്പോൾ മക്കൾക്കുള്ള ചായ ഫ്ലാസ്കിലാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ എന്തെങ്കിലും ഹറിബറി ആയിട്ടുള്ള പണിയുടെ ഇടയ്ക്കായിരിക്കും അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരിക. അപ്പോൾ പിന്നെ ചായ ഇതുപോലെ ഇങ്ങനെ ഫ്ലാസ്കിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇനി വരുന്ന ആൾക്കുള്ള പ്ലേറ്റും ഗ്ലാസ്സും ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് പൂരിയും അതുപോലെ തലേദിവസത്തെ ബീഫ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കുറച്ച് പൊട്ടാറ്റോ ഒക്കെ ഇട്ടിട്ടൊരു കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വാഷിംഗ് മെഷീനിൽ അലക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വിരിച്ചിടട്ടെ. കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല വെയിലാവും കേട്ടോ. അപ്പോൾ ഒരു 10-11 മണി ആകുമ്പോഴത്തേക്ക് തന്നെ ഡ്രസ്സുകളൊക്കെ ഉണങ്ങി കിട്ടും. ഇനി ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാൻ നിങ്ങൾക്കൊരു പുതിയ പ്രൊഡക്ട്സ് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പ്രൊഡക്ട്സ്. ഇന്നത്തെ കാലത്ത് സ്കിൻ കെയർ ഫോളോ ചെയ്യുക എന്നുള്ളത് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. കാരണം നമ്മളുടെ ഓൾറെഡി നമ്മുടെ എൻവയോൺമെന്റ് ഒക്കെ പൊല്യൂട്ടഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ സ്കിൻ കെയർ ഫോളോ ചെയ്യുക എന്നുള്ളത് മസ്റ്റാണ്. ഞാൻ അങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരാളൊന്നും അല്ലായിരുന്നു. എൻ്റെ അടുത്ത് മോള് ഷെയർസ് എപ്പോഴും പറയും ഒരു സ്കിൻ കെയർ ഫോളോ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എപ്പോഴും പറയലുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഫേസ് വാഷ് യൂസ് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്രമാണ്. മെയിനായിട്ട് നമുക്ക് ആ ഒരു സ്റ്റെപ്സ്, ഒരുപാട് സ്റ്റെപ്സ്, 10ഓളം സ്റ്റെപ്സ് ഒക്കെ ഫോളോ ചെയ്യണമല്ലോ എന്നുള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര മടിയായിരുന്നു. അപ്പോഴാണ് കൊറിയൻ വൈറ്റമിൻ സി ബ്രൈറ്റ് ബൂസ്റ്റിംഗ് ഫേസ് എസെൻഷ്യൽസ് ഫ്രം പ്യുവർ ഒറിജിൻ എന്നുള്ള ഒരു സംഭവം ഞാൻ അറിയണത് കേട്ടോ. അതെനിക്ക് ഷെയർ തന്നെയാണ് പറഞ്ഞിരുന്നത്. ഇതാവുമ്പോൾ നമുക്ക് 4 സ്റ്റെപ്സിൽ, ഓൺലി 4 സ്റ്റെപ്സിൽ നമുക്ക് നമ്മളുടെ സ്കിൻ കെയർ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു പ്രൊഡക്ട്സ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ കൊറിയൻ സ്കിൻ കെയർ പ്രോഡക്ട്സ്. ഫസ്റ്റ് വൺ ഈ ഒരു പ്യുവർ ഒറിജിൻ കൊറിയൻ വൈറ്റമിൻ സി ഫേസ് വാഷ് ബ്രൈറ്റ് ബൂസ്റ്റിംഗ്. ഇതാണ് ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ ഫേസിലുള്ള ഡേർട്ടും അതുപോലെ തന്നെ ഓയിലും റിമൂവ് ചെയ്യും, അതും നമ്മളുടെ ഫേസ് ഡ്രൈ ആക്കാതെ. ഇതിൽ വൈറ്റമിൻ സി മൈക്രോ ബീഡ് കോംപ്ലക്സ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മളുടെ ഡെഡ് സ്കിൻ സെൽസിനെ റിമൂവ് ചെയ്ത് നമ്മളുടെ ഫേസിനൊരു ഇൻസ്റ്റന്റ് ഗ്ലോ തരും. പിന്നെ ഇതിൽ നാച്ചുറൽ യൂസു ലെമൺ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് ക്ലിനിക്കലി ടെസ്റ്റഡ് ആണ്, അതുപോലെ തന്നെ വേഗൻ ആണ്, പാരബൻ ഫ്രീ ആണ്. നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പ്യുവർ ഒറിജിൻ കൊറിയൻ വൈറ്റമിൻ സി ഫേസ് സീറം. ഇതില് 20x പ്യുവർ വൈറ്റമിൻ സിയും അതുപോലെ തന്നെ യൂസു ലെമണും ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഡാർക്ക് സ്പോട്ടൊക്കെ ഫെയ്ഡ് ആക്കുകയും ചെയ്യും. എന്നിട്ട് നമ്മളുടെ ഫേസിന്റെ സ്കിൻ ടോണ് ഈവൺ ആക്കിയിട്ട് മാറ്റും. പിന്നെ നമ്മുടെ ഫേസിന് ഒരു ഹൈഡ്രേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു പ്യുവർ ഒറിജിൻ കൊറിയൻ വൈറ്റമിൻ സി സീറം ക്രീം. ഇതിൽ 10x വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ യൂസു ലെമണും ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ഇത് ലൈറ്റ് വെയിറ്റും അതുപോലെ തന്നെ നോൺ സ്റ്റിക്കി ഫോർമുലയാണ് കേട്ടോ. ഇതും സ്കിൻ ടോൺ ഈവൻ ആക്കാനും അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ലാസ്റ്റിലെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് പ്രൊട്ടക്ഷൻ. ഇതാണ് പ്യുവർ ഒറിജിൻ കൊറിയൻ വൈറ്റമിൻ സി ലൈറ്റ് ജെൽ സൺസ്ക്രീൻ. അപ്പോൾ ഇതിൽ SPF 50 PA++++ അടങ്ങിയിട്ടുണ്ട്. പിന്നെ നോൺ ഓയിലി ആണ്, അതുപോലെ തന്നെ നോ വൈറ്റ് കാസ്റ്റും ആണ്. ഇത് സൺ ഡാമേജ് എന്നും അതുപോലെ തന്നെ ഡൾനെസ് എന്നും നമ്മളെ ഫേസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു.
അപ്പൊ ഇനി ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സ്കിൻ കെയർ ഒക്കെ ഒഴിവാക്കിയിട്ട് ന്യൂ ട്രെൻഡ് ആയിട്ടുള്ള കൊറിയൻ സ്കിൻ കെയർ റൂട്ടീനിലേക്ക് വരും. ഇപ്പൊ താഴെ കാണുന്ന എന്റെ കൂപ്പൺ കോഡായ ഷബ്നാസ്ക 2025 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് pureorigin.in പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 15% ഓഫിൽ ഈ പ്രൊഡക്ട്സ് എല്ലാം ലഭിക്കുന്നതാണ്. കൂടാതെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ, പർപ്പിൾ എന്നീ വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇനി നമുക്ക് ലഞ്ച് പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ഇന്ന് ലഞ്ചിന് കടുക്ക ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള മസാലയിലേക്കുള്ള സവാളയൊക്കെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ബിരിയാണിയിലേക്കുള്ള സാധനങ്ങളൊക്കെ കിട്ടിയിട്ട് വേണം കേട്ടോ. അപ്പോൾ സവാള എൻ്റെ അടുത്തുണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ വേഗത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. ബാക്കിയുള്ള സാധനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതാ ഷേസും കൂടെ പോകുന്നുണ്ട്. ഇവിടെ അടുത്ത് തന്നെ ഒരു കട ഉണ്ട്. കടുക്ക ബിരിയാണിയിലേക്കുള്ള കടുക്ക തന്നെ കൊണ്ടുവന്നിട്ട് വേണം കേട്ടോ. അപ്പോൾ കടുക്ക കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് പോണത്. അപ്പോഴേക്കും ഞാനെന്നാൽ മസാലയ്ക്കൊന്ന് റെഡിയാക്കി വെക്കാൻ പറ്റുന്ന എത്രയെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആദ്യം പൊരിച്ചെടുക്കാനുള്ള സവാള ഒന്ന് പൊരിക്കട്ടെ. അപ്പോൾ പൊരിച്ചെടുക്കാനുള്ള സവാള പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി മസാലയിലേക്കുള്ള സവാള ഒന്ന് വഴറ്റിയെടുക്കട്ടെ. പൂരി ഓരോരുത്തർ കഴിക്കാൻ വരുമ്പോൾ അങ്ങനെ പൊരിച്ച് കൊടുക്കുകയാണ് കേട്ടോ. നേരത്തെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അധികം ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. സവാള വഴറ്റിയതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളക് ചതച്ചതും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ തക്കാളിയും ചേർത്തിട്ടുണ്ട്, കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 3 സവാളയും അതുപോലെ തന്നെ 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളെ കല്ലുമ്മക്കായ വാങ്ങിച്ചിട്ട് ഈ ആ തക്കാളി ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഓഫ് ആയിക്കോ. പിന്നെ അതേമാതിരി പിന്നെ ഇവിടെ കടിച്ചു വരൂലേ, ഷേസൊക്കെ ഡ്യൂട്ടി കൊടുത്തിട്ട് കടുക്ക വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. കല്ലുമ്മക്കായ ഇപ്പോൾ ഇവിടെ മനു ഉണ്ട്. മനുവിൻ്റെ കൂടെയാണ് നമ്മൾ പോണത്. അസ്കർക്കാക്ക് കാല് ഇതായിട്ടിരിക്കുകയാണല്ലോ. പോയിട്ട് വരാം. അസ്സലാമു അലൈക്കും. എല്ലാവരും 5 മിനിറ്റ് കഴിഞ്ഞ് ഓഫാക്കി ഇളക്കി കൊടുക്കിപ്പോ തന്നെ. നമ്മൾ മുഗ്ദാർ ബീച്ചിലേക്കാണ് കേട്ടോ കല്ലുമ്മക്കായ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോണത്.
പൊളിക്കണുണ്ടോ? ഞാൻ ബാക്ക് തരാം. വേസ്റ്റും കളഞ്ഞതാ. അപ്പോൾ നമ്മൾ റേറ്റൊക്കെ ചോദിച്ച് ഓരോരുത്തർ ഓരോ റേറ്റാണ് കേട്ടോ പറയണത്. കിലോനോ ഇറച്ചി മാത്രമല്ല കഴുകി വൃത്തിയാക്കിയതാ? 1 കിലോന് ക്ലീനാക്കി ചെയ്യണം. ക്ലീൻ ആക്കിട്ട് 400 ആടാ നമുക്ക് കാണിച്ചു നിൽക്കണേ. വാങ്ങിക്കൊണ്ടിരുന്നോ? കുറക്കണ്ട. മറ്റേതാ പൊളിക്കണം, ക്ലീൻ ആക്കണം. ഇത് പൊളിച്ചു ഇതിന് വരുന്ന ലാഭം. പിന്നെ ഈ കല്ലുമ്മക്കായ ക്ലീൻ ചെയ്തെടുക്കട്ടെ. സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് വലിയ ജീരകപ്പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ കുറച്ച് ഉലുവ, ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 2 പിടി മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കടുക്ക അല്ലെങ്കിൽ കല്ലുമ്മക്കായ ചേർത്ത് കൊടുക്കുകയാണ്. കല്ലുമ്മക്കായ 1 കിലോഗ്രാമിലും കൂടുതലുണ്ട് കേട്ടോ. ഇനിയെല്ലാം ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കുകയാണ്. റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള അരി ഒന്ന് കഴുകിയെടുക്കട്ടെ. അപ്പോൾ ഞാനിവിടെ 1.5 കിലോഗ്രാം അരിയാണ് എടുത്തിട്ടുള്ളത്. കല്ലുമ്മക്കായയിൽ ഇതാ നല്ലോണം വെള്ളം ഇറങ്ങി വരും കേട്ടോ. അപ്പം ഏകദേശം ഒരു വേവൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് തുറന്ന് വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ അത് ഇൻഡക്ഷനിൽ വെച്ചു കേട്ടോ. ഇനി നമുക്കിതിൽ റൈസ് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ നെയ്യും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് റൈസ് വേവിച്ചെടുക്കുന്നത്. നെയ്ച്ചോറാക്കിയിട്ടാണ് ബിരിയാണി റെഡിയാക്കുന്നത്. അപ്പോൾ സവാളയും പട്ട, ഗ്രാമ്പു, ഏലക്ക ഈ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാളയ്ക്ക് വഴന്ന് വന്നപ്പോൾ അതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുത്തു. അരി ഒരു 10-20 മിനിറ്റോളം സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ.
5-10 മിനിറ്റ് ഒന്ന് അരി റോസ്റ്റ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു കപ്പിന് 1.5 കപ്പ് വെള്ളം, 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ചമ്മന്തിയും തൈര് സാലഡും ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. ഷേസക്ക് ഇന്ന് ഫുൾ ക്ലീനിങ് പരിപാടിയിലാണ് കേട്ടോ ഷേസ. അതുകൊണ്ട് ഞാൻ കുക്കിങ്ങിലേക്ക് ഓളെ വിളിക്കുന്നില്ല. അപ്പോൾ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്തെടുക്കണം. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് റൈസ് മാറ്റി വെക്കുന്നുണ്ട്. മിഡിലായിട്ടാണ് നമ്മൾ മസാല ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ റൈസിന് മുകളിൽ ഗരം മസാലയും അതുപോലെ നെയ്യൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ മസാല സെൻറ്ററിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ റൈസ് ഇങ്ങനെ ലെയറായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ബിരിയാണി ദം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇതാ ദമ്മൊക്കെ തുറന്നു കേട്ടോ. അപ്പോൾ ഒന്ന് നല്ലോണം ലേറ്റ് ആയിട്ടുണ്ട് നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ കടക്കൊക്കെ വാങ്ങി കൊണ്ടുവരാനൊക്കെ നല്ല സമയമെടുത്തല്ലോ. അപ്പം അങ്ങനെ ഇതപ്പോൾ 2:30-2:45 ആയിട്ടുണ്ട് നമ്മളിപ്പോൾ ലഞ്ച് കഴിക്കുമ്പോൾ. കല്ലുമ്മക്കായ ബിരിയാണി കുറേ ആയിട്ടോ കഴിച്ചിട്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും കിട്ടുന്ന സാധനമല്ലല്ലോ കല്ലുമ്മക്കായ. അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര വെയിറ്റിങ്ങിലായിരുന്നു. അവർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് കല്ലുമ്മക്കായ ബിരിയാണി. എല്ലാവരും കഴിച്ച് എണീറ്റ് പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ മെല്ലെ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് വെറുതെ മടി പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഷേസ പിന്നെ പ്ലേറ്റൊക്കെ കൊണ്ടുപോയി എല്ലാം കഴുകാനൊക്കെ തുടങ്ങുന്നുണ്ട്. ഇന്ന് ക്ലീനിങ് ഡ്യൂട്ടി മൊത്തം ഷേസക്കാണല്ലേ. രാവിലെയും ലഞ്ച് കഴിഞ്ഞിട്ടും ഫുൾ ക്ലീനിങ് ഷേസയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.